വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. ഇല്ല, ഇപ്പം ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങളുടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളത്തിന് കെട്ടാറുണ്ട് ഓൾറെഡി. ഇങ്ങനെ താഴ്ചയാണല്ലോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസ് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക്. കുറച്ച് കാലൊക്കെ മുങ്ങി തന്നെ അവരെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം ഒന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ 1-2 ഡേയ്സിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ ആദ്യം എണീറ്റ് അണ്ടമ്മേ വെള്ളം എന്ന് പറയുന്ന ആ സമയത്തുണ്ടതിനേക്കാളും വെള്ളമാണ് നിമിഷം കൊണ്ട് നമ്മുടെ റൂമിലും ഒക്കെ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഗേറ്റൊക്കെ അങ്ങനെ ഇവിടെ കിടന്ന വണ്ടിയൊക്കെ അവിടെ വന്ന് കിടന്നു. പെട്ടെന്ന് ഇത് എന്താ സംഭവിച്ചതെന്നൊരു ഐഡിയ കിട്ടിയില്ല. കൊച്ചി തമ്മനത്ത് ജലസംഭരണി തകർന്ന് വൻ നാശനഷ്ടം. നിരവധി വീടുകളിൽ വെള്ളം കയറി. വാഹനങ്ങൾക്കും കേടുപാട്. കുത്തിയൊലിച്ചെത്തിയത് 1 കോടി ലിറ്റർ വെള്ളം. കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹരിയാനയിൽ സ്ഫോടക വസ്തുക്കളും AK-47 തോക്കുകളുമായി ഡോക്ടർ പിടിയിൽ. 350 കിലോ RDX ശേഖരം പിടികൂടി. അറസ്റ്റിലായത് ജമ്മു കശ്മീർ സ്വദേശി ആദിൽ അഹമ്മദ് റാത്തർ. 15 ദിവസത്തിനിടെ ഹരീദാബാദിൽ പിടിയിലാകുന്ന 2ാമത്തെ ഡോക്ടർ.